Next topic is air. The immediate environment of man comprises of air on which depend all forms of life. Apart from supplying life-giving oxygen, air and atmospheric condition serve several functions. അപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എയർ ആണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. സോ എന്തൊക്കെയാണ് എയർ നമുക്ക് തരുന്നത്? ലൈഫ് ഗിവിങ് ഓക്സിജൻ തരുന്നുണ്ട് അല്ലേ? അത് കൂടാതെ വേറെയും കുറേ കാര്യങ്ങൾ എയറിന് ഫങ്ഷൻസ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹ്യൂമൻ ബോഡി ഈസ് കൂൾഡ് ബൈ എയർ കോണ്ടാക്ട്. നമ്മളെ ശരീരം തണുക്കുന്നത് എയറിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ സെൻസസ് ഓഫ് ഹിയറിങ്, സ്മെൽ, ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്റ്റിമുലസ് വഴിയാണ്. അതുപോലെ തന്നെ ഡിസീസസും നമുക്ക് പകരുന്നത് എയർ വഴിയാണ് അല്ലേ? പൊല്യൂഷൻ ഓഫ് എയർ ബൈ എന്തൊക്കെയാണ്, ഏതൊക്കെ റീസൺ വഴിയാണ് എയർ പൊല്യൂട്ടഡ് ആവുന്നത്? ത്രൂ ഡസ്റ്റ്, സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് കെമിക്കൽ വേപ്പേഴ്സ് ഹാസ് റിസൾട്ടഡ് ഇൻ സിക്നസ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഈ വഴിയെല്ലാം പൊല്യൂഷൻ ഉണ്ടാവുകയും അത് നമുക്ക് സിക്നസ്സും ഡെത്തും വരാനുള്ള ചാൻസും ഉണ്ട്. സോ എയറിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്? എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ മിക്സ്ചേഴ്സിനകത്തുള്ളത്? നൈട്രജൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് നൈട്രജൻ ആണ്. 78.1% ആണ് നൈട്രജൻ. നെക്സ്റ്റ് ഈസ് ഓക്സിജൻ, ദാറ്റ് ഇസ് അബൌട്ട് 20.93%, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. പിന്നെ ഈ ഒരു ബാലൻസ്, ദ ബാലൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ് വിച്ച് ഓക്കർ ഇൻ ട്രേസസ്. അപ്പോൾ ഒരു ബാലൻസ് ആണ് എല്ലാ ഗ്യാസസിൻ്റെയും, അതായത് ആർഗൺ, നിയോൺ, ക്രിപ്റ്റൻ അങ്ങനെയുള്ള അതർ ഗ്യാസസിൻ്റെ ഒരു ബാലൻസ്. അതും ഏകദേശം ഒരു ബാക്കിയുള്ള ഒരു അതർ ഗ്യാസസിൻ്റെ 0.17%, ആർഗൺ എന്ന് പറയുന്നത് 0.90%. ഓക്കെ, സോ ഇൻ അഡീഷൻ ടു ദീസ് ഗ്യാസസ് എയർ ആൾസോ കണ്ടെയ്ൻ വാട്ടർ വേപ്പർ, traces of ammonia and suspended matter such as dust, ബാക്ടീരിയ, സ്പോർസ് ആൻഡ് വെജിറ്റബിൾ ഡെബ്രിസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എയറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ എയർ ഈസ് റെൻഡേർഡ് ഇംപ്യൂർ ബൈ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എയർ ഇംപ്യൂർ ആവുന്നത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ഫ്രം മെൻ ആൻഡ് ആനിമൽസ്, നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ, ആ റെസ്പിറേഷൻ, വി ആർ ലിവിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, റൈറ്റ്? സോ ഫസ്റ്റ് വൺ അതാണ്. രണ്ടാമത്തത് combustion of coal, gas, oil, etc. Third one is decomposition of organic matters. Fourth one is trade, traffic and manufacturing process which give off dust, fumes, vapors and gases. Okay, അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എയർ മെയിനായിട്ട് ഇംപ്യൂർ ആകുന്നത്. ഓക്കെ, so next is air pollution. The phenomenon called pollution is an inescapable consequence of the presence of man and his activities. മനുഷ്യൻ്റെയും അവൻ്റെ ആക്ടിവിറ്റീസും കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത്? പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ ടേം എയർ പൊല്യൂഷൻ സിഗ്നിഫൈസ് ദ പ്രസൻസ് ഇൻ ദ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഓഫ് സബ്സ്റ്റൻസ്, example gases, mixture of gases and particulated matter generated by the activities of man in concentration that interfere with the human health, safety or comfort or injurious to vegetation and animals and the environment media, resulting in chemicals entering in the food chain or being present in drinking water and thereby constituting additional source of human exposure. സോ അതാണ് എയർ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ, അതായത് നമ്മളെ ഗ്യാസ്, മിക്സ്ചർ ഓഫ് ഗ്യാസ്, അതെല്ലാം ജനറേറ്റഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ ഇൻ കോൺസെൻട്രേഷൻ. മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ ഹ്യൂമൻ ഹെൽത്ത്. നമ്മൾ എയർ പൊല്യൂട്ട് ചെയ്ത് നശിപ്പിച്ചിട്ട് ആ പൊല്യൂഷൻ കാരണം അത് നമ്മളുടെ ഹെൽത്ത് തന്നെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മളുടെ സേഫ്റ്റി അഫക്റ്റ് ചെയ്യുന്നു, നമ്മളുടെ കംഫോർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഇഞ്ചുറീസ് ടു വെജിറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്നു. എൻവയോൺമെൻറ്റ് മീഡിയ റിസൾട്ടിങ് ഇൻ കെമിക്കൽ എൻറ്ററിങ് ദ ഫുഡ് ചെയിൻ. ഈവൻ അത് കാരണം, ആ എയർ പൊല്യൂഷൻ കാരണം ഫുഡ് ചെയിൻ വരെ അഫക്റ്റ് ആകുന്നുണ്ട്.
such as even in drinking water also. So thereby constituting additional source of human exposure. ഇതെല്ലാം കാരണം ഹ്യൂമൻ എക്സ്പോഷർ ഇൻക്രീസ് ആവുകയാണ് അല്ലേ. ഈ പല രീതിയിൽ നിന്നും ഉള്ള എയർ പൊല്യൂട്ടഡ് ആയ എല്ലാ രീതിയിൽ നിന്നും ഹ്യൂമന് അത് ഹാംഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എയർ പൊല്യൂട്ടായ ഡ്രിങ്കിങ് വാട്ടർ സ്പോയിലാവും, അതുപോലെ തന്നെ നമ്മളെ ഫുഡ് ചെയിൻ അത് സ്പോയിലാവുന്നുണ്ട്, അതുപോലെ തന്നെ ആനിമൽസ്, വെജിറ്റേഷൻ എല്ലാം സ്പോയിലാവുന്നത് എന്തുകൊണ്ടാണ്? എയർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എയർ പൊല്യൂഷൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. സോ എയർ പൊല്യൂട്ടൻസ് രണ്ട് ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പ്രൈമറി എയർ പൊല്യൂട്ടൻ, സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ. പ്രൈമറി എയർ പൊല്യൂട്ടൻ എന്ന് വെച്ചാൽ ദോസ് ആർ emitted into the atmosphere from the factory chimneys or exhaust pipe, and it was contaminated by the dust, by the wind. ഓക്കെ, ഡസ്റ്റ് വഴി കണ്ടാമിനേറ്റ് ചെയ്യും, അത് വിൻഡ് വഴിയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യത്തില്ല. അപ്പം ആ രീതിയിൽ ഉണ്ടാകുന്നതാണ് എന്ത്? പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് അത് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉള്ളതാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മളെ പ്രൈമറി പൊല്യൂട്ടൻറ്റും അറ്റ്മോസ്ഫിയറിലുള്ള കമ്പോണൻസും കൂടെ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്നതാണ് എന്ത്? സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. So secondary air pollutants are those formed with the atmosphere itself. They arise from the chemical reaction of primary pollutant, possibly involving the natural component of atmosphere, especially oxygen and water. Okay, primary component നമ്മൾ ഓക്സിജനും വാട്ടറുമായിട്ട്, അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും വാട്ടറുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഉണ്ടാകുന്നതാണെന്ത്? സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ഒരു സെക്കൻഡറി എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ്. മേജർ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. അപ്പം എയർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള മേജറായിട്ടുള്ള 4 റീസൺസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രീസ്, ഡൊമസ്റ്റിക് സോഴ്സസ് ആൻഡ് മിസ്ലേനിയസ് ആണ്. ഫസ്റ്റ് വൺ ഓട്ടോമൊബൈൽസ് എന്ന് കേൾക്കുമ്പം തന്നെ അറിയാം അത് മോട്ടോർ വെഹിക്കിൾസിൽ നിന്നുള്ളതാണ്. മോട്ടോർ വെഹിക്കിൾസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സ്മോക്ക് കാരണം ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ. കാരണം ആ മോട്ടോർ വെഹിക്കിളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സ്മോക്കിനകത്ത് എന്തൊക്കെയുണ്ട്? ഹൈഡ്രോ കാർബൺസും, കാർബൺ മോണോക്സൈഡും, ലെഡും, നൈട്രസ് ഓക്സൈഡും ഒക്കെ ഉണ്ട്. അപ്പം ഇൻ സ്ട്രോങ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോ കാർബൺസും oxides of nitrogen may converted in the atmosphere into photochemical. അത് എന്തായിട്ട് മാറും? ഫോട്ടോകെമിക്കൽസ് ആയിട്ട് മാറാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ പൊല്യൂട്ടൻറ്റ് ഓഫ് ഓക്സിഡൈസിങ് നേച്ചർ. അത് നമ്മളുടെ നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ പൊല്യൂട്ടൻ്റ് ആണ് ഈ ഫോട്ടോകെമിക്കൽ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻ emit to the atmosphere, especially from combustion of fuel to generate heat. ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്യത്തില്ല, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക അല്ലെങ്കിൽ ആ സ്മോക്ക്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകുന്നത്? അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാവും, ആഷ് ഉണ്ടാവും. ഓക്കെ, സോ അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓർഗാനിക് ഹാലൈഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മളുടെ അറ്റ്മോസ്ഫിയറിലോട്ട് ഇമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഡിസ്ചാർജ് ദെയർ വേസ്റ്റ് ഫ്രം ഹൈ ചിമ്നീസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് അറ്റ് ഹൈ സ്പീഡ്. ഇതെല്ലാം വൺ ഓഫ് ദ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സോഴ്സസ് ആണ്. ഈ ഡൊമസ്റ്റിക് കമ്പഷൻ ഓഫ് കോൾ, വുഡ് ഓർ ഓയിൽ ഈസ് എ മേജർ സോഴ്സ് ഓഫ് സ്മോക്ക്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ടുബാക്കോ സ്മോക്കാണ്. ഓക്കെ, അത് ആൾക്കാർ പുകവലിക്കുന്നത് കാരണം ഉണ്ടാകുന്ന സ്മോക്ക്. അടുത്ത മിസ്ലേനിയസ് ആയിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വരുന്ന എയർ പൊല്യൂഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേണിങ് റെഫ്യൂസ്, അതായത് വെച്ചാൽ വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ കത്തിക്കുക, ഇൻകർനേഷൻ ബോഡി കത്തിക്കുന്നത്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് സ്പ്രേയിങ്, നാച്ചുറൽ സോഴ്സസ്, അതായത് വിൻഡ് ബോൺ ആയിട്ട് ഡസ്റ്റ് വരുന്നത്, അതുപോലെ ഫംഗൈ, മോൾസ്, ബാക്ടീരിയ, ന്യൂക്ലിയർ എനർജി, ഇതെല്ലാം ആണ് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എന്തൊക്കെയാണ് എഫക്ട്സ്? അത് രണ്ടായിട്ടുണ്ട്. ഒന്ന് ഹെൽത്ത് എഫക്റ്റ്, ഒന്ന് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന എഫക്ട്സ്.
ഹെൽത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം എഫക്റ്റും ഉണ്ട്, ലോങ് ടേം എഫക്റ്റും ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് ഓൺ അവർ റെസ്പിറേറ്ററി സിസ്റ്റം, ഓക്കെ, സച്ച് ആസ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഒക്കെ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. ഇഫ് ദ എയർ പൊല്യൂഷൻ ഈസ് ഇൻറ്റൻസ് ഇറ്റ് മേ റിസൾട്ട് ഈവൻ ഇൻ ഇമ്മീഡിയറ്റ് ഡെത്ത് ബൈ സഫോക്കേഷൻ. ആ ഒരു എയർ പൊല്യൂഷൻ ഇൻറ്റൻസ് ആണെങ്കിൽ ഇറ്റ് കോസ് ഡെത്ത് ആൻഡ് ബൈ സഫോക്കേഷൻ, ശ്വാസം കിട്ടാതെ ഉണ്ടാകുന്നതാണ് സഫോക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്രോണിക് ബ്രോങ്കൈറ്റ്സ്, ലങ് ക്യാൻസർ, ബ്രോങ്കിയൽ ആസ്മ ആൻഡ് റെസ്പിറേറ്ററി അലർജീസ്, ഇതെല്ലാം ലോങ് ടേം എഫക്റ്റാണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. അടുത്ത സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ദീസ് കംപ്രൈസ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. നമ്മളുടെ പ്ലാന്റ്സിൻ്റെ ആനിമലിൻ്റെ ഒക്കെ ലൈഫിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. കൊറോഷൻ ഓഫ് മെറ്റൽസ് ഉണ്ടാവും, ഡാമേജ് ടു ബിൽഡിംഗ്, cost of cleaning and maintenance and repairs, and aesthetic noise. And air pollution also reduce visibility in towns. It can soil and damage clothing. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സിൽ പറയുന്നത്. Prevention and control of air pollution. So how can you prevent and control air pollution? First method എന്ന് വെച്ചാൽ containment, second one is replacement, third one is dilution, fourth one is legislation, and fifth one is international action. ആദ്യത്തെ കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് എസ്കേപ്പ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ ടു ദ ആംബിയൻ്റ് എയർ. അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അന്തരീക്ഷത്തിലോട്ട് പോവാതെ തടയുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്, കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് വേരിയസ് എൻജിനീയറിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് ഡെവലപ്മെൻറ്റ് ഓഫ് അറസ്റ്റേഴ്സ് ഫോർ ദ റിമൂവൽ ഓഫ് കണ്ടാമിനൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, കണ്ടെയ്ൻമെൻറ്റ്. അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അറ്റ്മോസ്ഫിയറിലോട്ട് പോവാതെ തടയുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ്. that is replacing technological process causing air pollution by new process. അതായത് നമ്മൾ കമ്പഷനും അങ്ങനെയുള്ള ഫ്യൂംസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അവോയ്ഡ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റിയോ സോളാർ പവർ ജനറേഷൻ, നാച്ചുറൽ ഗ്യാസ് അങ്ങനെയുള്ള പ്രോസസ്സ് പോവുകയാണെങ്കിൽ there will be the reduction in smoke. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഡയല്യൂഷനാണ്. Dilution is valid so long as it is within the self-cleaning capacity of the environment. എൻവയോൺമെൻറ്റിൽ നിന്ന് സ്വന്തമായിട്ടൊരു ക്ലീനിങ് പ്രോസസ്സ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ബെൽറ്റ് ഏരിയ, അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയ, അവിടെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയ, ദെൻ എഗെയിൻ ഒരു അങ്ങനൊരു ഗ്രീൻ ബെൽറ്റ് സംവിധാനം ഏർപ്പെടുത്തിയാൽ there will be the dilution of the atmospheric pollutant. പൊല്യൂഷൻ നമുക്കൊന്ന് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ദ കപ്പാസിറ്റി ഫോർ ഡയല്യൂഷൻ ഈസ് ഹൗവർ ലിമിറ്റഡ് ആൻഡ് ട്രബിൾ ഒക്കർ വെൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓവർ ബർഡൻ വിത്ത് പൊല്യൂട്ടൻ. അത് ട്രബിൾ ഉണ്ടാകുന്ന വെച്ചാൽ ഓവർ ബർഡൻ ആയിക്കഴിഞ്ഞാൽ ട്രബിൾ ഉണ്ടാകും. ബട്ട് എനിവേ ഡയല്യൂഷൻ ഈസ് വൺ ഓഫ് ദ മെത്തേഡ്. അടുത്തതെന്ന് പറയുന്നത് ലെജിസ്ലേഷനാണ്. എയർ പൊല്യൂഷൻ ഈസ് കൺട്രോൾഡ് ഇൻ മെനി കൺട്രി ബൈ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ. ഇങ്ങനെ എന്തെങ്കിലും ആക്ട്സോ അങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അതായത് ഹൈറ്റ്, ചിമ്മിയുടെ ഹൈറ്റ്, പവർ ടു ലോക്കൽ അതോറിറ്റീസ് ടു ക്യാരി ഔട്ട് ഇൻവെസ്റ്റിഗേഷൻ, അതായത് കറക്റ്റായിട്ട് പുക പരിശോധനയൊക്കെ നമ്മൾ നടത്താറില്ലേ, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 1981 ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ലെജിസ്ലേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ഇൻ്റർനാഷണൽ ആക്ഷൻ, അതായത് നമ്മുടെ WHO തന്നെ കുറേ ഇൻ്റർനാഷണൽ നെറ്റ്വർക്കും ലബോറട്ടറീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനുമായിട്ട്. അപ്പം ഓർത്തോളൂ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷന് 5 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്, 5 പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്: കണ്ടെയ്ൻമെൻറ്റ്, റീപ്ലേസ്മെൻറ്റ്, ഡയല്യൂഷൻ, ലെജിസ്ലേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ആക്ഷൻ. ഡിസിൻഫെക്ഷൻ ഓഫ് എയർ, 4 മെത്തേഡ്സ് ആണ് ഡിസിൻഫെക്ഷൻ ഓഫ് എയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ വെന്റിലേഷൻ, സെക്കൻഡ് വൺ ഈസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ, തേർഡ് വൺ ഈസ് കെമിക്കൽ മിസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡസ്റ്റ് കൺട്രോൾ. മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറയുന്നത് വിറ്റിയേറ്റഡ് എയർ, അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള എയറിനെ
റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഡെൻസിറ്റിയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ് മെക്കാനിക്കൽ വെൻറ്റിലേഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് അൾട്രാവയലറ്റ് റേഡിയേഷൻ ആണ്. ഇത് എക്സ്പെഷ്യലി നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. ഹോസ്പിറ്റൽസിലും ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഡിസീസ് വാർഡ്സിലും ഒക്കെയാണ് യു വി ലൈറ്റ് കാണാൻ കഴിയുക. സോ ഒരു കാര്യമുണ്ട്, യു വി ലൈറ്റ് എപ്പോഴും ഐസിലും സ്കിന്നിലും ഒക്കെ അടിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ യു വി ലൈറ്റ് മെയിനായിട്ട് കാണുന്ന ഈ എയർ ഇൻലൈറ്റ് വരുന്ന സൈഡിലും അപ്പർ പോർഷൻ ഓഫ് ദ റൂഫായിട്ട് ആയിട്ടായിരിക്കും കാണുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ മിസ്റ്റ്. ട്രൈ എത്തിലൈൻ ഗ്ലൈക്കോൾ വേപ്പേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് എയർ ബാക്ടീരിസൈഡ് പെർട്ടിക്കുലർലി അഗൈൻസ്റ്റ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലൈ ആൻഡ് ഡസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഇപ്പോഴൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ കെമിക്കൽ മിസ്റ്റ് തെളിക്കുന്നതൊക്കെ കാണാറുണ്ട് പബ്ലിക്കൊക്കെ ആയിട്ട്. ഹോസ്പിറ്റൽസിലൊക്കെ എന്തെങ്കിലും ഈ നിപ്പ വന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ കൊറോണ സമയത്തുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കെമിക്കൽ മിസ്റ്റ് തെളിക്കുന്നത്. സോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഡസ്റ്റ് കൺട്രോൾ ആണ്. അത് ഈ ഗ്രീൻ ലെമൺ ഓയിൽ അങ്ങനത്തുള്ള ഓയിൽസ് അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ അതുപോലത്തെ എന്തെങ്കിലും ഓയിൽസ് അപ്ലൈ ചെയ്യുമ്പം അതിൽ നിന്ന് അതുവഴി ഇറ്റ് റെഡ്യൂസസ് ദ ബാക്ടീരിയൽ കണ്ടൻറ്റ് ഓഫ് ദ എയർ. അതാണ് ഡസ്റ്റ് കൺട്രോളിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് നോയിസ്. നോയിസ് ഹാസ് ബിക്കം എ വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ഫാക്ടർ ഇൻ അവർ എൻവയോൺമെൻറ്റ്. ഏറ്റവും വലിയൊരു സ്ട്രെസ് ഫാക്ടറാണ്, നമ്മൾ ആക്ച്വലി സ്ട്രെസ്സ് വരുന്നൊരു ഫാക്ടറാണ് എൻ്റെ നോയിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് സ്ട്രെസ് ആവുന്നത്? അല്ല, രാവിലെ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറേ സൗണ്ട്സ് ഏതൊക്കെയാണ്? വർക്കേഴ്സിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ ഹോണിങ് സൗണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഹെവി മെഷീൻസിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് വർക്കേഴ്സിൻ്റെ സൗണ്ട്, സെറിമണീസിൻ്റെ സൗണ്ട്, ഫെസ്റ്റിവൽസിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെ സൗണ്ട്. ഇലക്ഷൻ ടൈമിലൊക്കെ ഭയങ്കര സൗണ്ടായിരിക്കും അല്ലേ? അപ്പം അതുപോലത്തെ സൗണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോയിസ് പൊല്യൂഷനാണ് അല്ല. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സൗണ്ട് ആൻഡ് നോയിസ് ഈസ് ഡെസിബൽ. അപ്പം നോയിസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡെസിബലിലാണ്. ദ ഡെസിബൽ ഈസ് എ സ്മാളസ്റ്റ് ഡിഫറൻസ് ഇൻ സൗണ്ട് ഓഡിബിൾ ടു ദ ഇയേഴ്സ് നോർമലി. അറ്റ് 100 to 120 ഡെസിബൽ നോയിസ് ഈസ് അൺകംഫോർട്ടബിൾ. അപ്പം നമുക്ക് 100 to 120 ഡെസിബൽ ആയാൽ തന്നെ അത് നമുക്ക് അൺകംഫോർട്ടബിൾ ആണ്. ഇഫ് ഇറ്റ് ഈസ് 130 to 140 ഡെസിബൽ ഇറ്റ് ഈസ് പെയിൻഫുൾ ടു ഇയേഴ്സ്. 130 to 140 ആണെങ്കിൽ അത് പെയിൻഫുൾ ടു ഇയേഴ്സ് ആണ്. ജനറൽ നോയിസ് ലെവൽ ഷുഡ് നോട്ട് എക്സീഡ് 85 ഡെസിബൽ. അപ്പം നമുക്ക് സാധാരണ നമുക്ക് കേൾക്കാൻ നമ്മളുടെ ഇയറിന് പറ്റുന്നതെന്ന് പറയുന്നത് 85 ഡെസിബൽ വരെയാണ്. അതിന് എക്സീഡ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂഡ് ലൗഡ് നോയിസ് എബോവ് 80 to 90 ഡെസിബൽ മേ ലീഡ് ടു ലോസ് ഓഫ് ഹിയറിംഗ്. അപ്പം 80 to 90 ഡെസിബലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ ഹിയറിംഗ് ലോസ് ഉണ്ടാകും. ഓഡിയോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ഹിയറിംഗ് എബിലിറ്റി. ദ മോസ്റ്റ് കോമൺ ഇൽ എഫക്ട്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ. അപ്പം എന്തൊക്കെയാണ് ഈ നോയിസ് പൊല്യൂഷൻ കാരണം നമുക്ക് എന്തൊക്കെയാണ് എഫക്ട്സ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. മോസ്റ്റ് കോമൺ ഇൽ എഫക്ട്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ ഇൻക്ലൂഡ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണുള്ളത് നോയിസ് പൊല്യൂഷൻ കാരണം. ആദ്യത്തേതെന്ന് വെച്ചാൽ ഇൻഎഫിഷ്യൻസി റിസൾട്ടിങ് ഇൻ ലോവേർഡ് ഔട്ട്പുട്ട്. നമ്മളുടെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കുറയും, കാരണം ഈ ഹൈ വോളിയത്തിൽ സൗണ്ട് കേട്ട് ഇൻഎഫിഷ്യൻ്റ് ആവാറുണ്ട്. അടുത്തത് എക്സാജറേഷൻ ഓഫ് പെപ്റ്റിക് അൾസർ ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസീസ്. കാരണം നോയിസ് പൊല്യൂഷൻ കാരണം ഹൈ വോളിയത്തിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നോയിസ് കേൾക്കുമ്പോൾ ഇറ്റ് കോസസ് സ്ട്രെസ് ഇൻക്രീസ് ആയാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് the exaggeration of peptic ulcer will be there, and also cardiovascular disease. Third one is irritability, nervous tension and neurosis. അപ്പം ഈ സൈക്കിക് അല്ലെങ്കിൽ കുറച്ച് മെൻ്റൽ ഇതായിട്ടുള്ള ആൾക്കാർക്കായാലും അല്ലാത്ത ആൾക്കാർക്കായാലും കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഹൈ വോളിയത്തിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഇറ്റ് വിൽ കോസ് ഇറിറ്റബിലിറ്റി. ഫോർത്ത് പോയിന്റ് ഈസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫാറ്റിഗ് വിത്ത് ലോസ് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മളുടെ കോൺസെൻട്രേഷൻ നഷ്ടമാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഡെവലപ്മെൻറ്റ് അനോമലീസ് ഇൻ ഫീറ്റസ്. ഈവൻ it affects fetus too. So there are different ways to minimize the noise. Measure different types of measures are there to decrease the voice pollution or noise pollution.
ഫസ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് സൈലൻസിങ് ഡിവൈസസ്. ഓക്കെ, സൈലൻസിങ് ഡിവൈസസ് യൂസ് ചെയ്യുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് യൂസ് ഓഫ് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽ ഇൻ മെഷീനറീസിനകത്തുള്ള സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്യുക. തേർഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ഇയർ പ്ലഗ്സോ അല്ലെങ്കിൽ ഇയർ മഫ്സോ യൂസ് ചെയ്യുക. വർക്കേഴ്സ് എസ്പെഷ്യലി ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് വെയർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് അബൌട്ട് 100 decibel നോയിസ്, 100 decibel അതിന് മുകളിലോട്ട് നോയിസ് ഉള്ള ഫാക്ടറീസ് വർക്ക് ചെയ്യുന്നവരെല്ലാം ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുക. ബാനിങ് ഓഫ് മ്യൂസിക്കൽ ഹോൺസ് ആൻഡ് ഇൻക്രീസിങ് ദ നോ ഹോൺ ഓർ സൈലൻറ്റ് സോങ്സ് ഫോർ വെഹിക്കിൾ. അപ്പോൾ ചില ഏരിയയിൽ നിങ്ങൾക്ക് കാണാം ഹിയർ നോ ഹോൺ അടിച്ച് എഴുതി വെച്ചിട്ടുണ്ടാകും, എസ്പെഷ്യലി ഹോസ്പിറ്റൽ സൈറ്റ്സിലെല്ലാം അല്ലേ. അപ്പോൾ അങ്ങനത്തതൊക്കെ ബാൻ ചെയ്യുക, ഈ മ്യൂസിക്കൽ ഹോൺസ് ഒക്കെ ബാൻ ചെയ്യുക. അതുപോലെ തന്നെ സൈലൻറ്റ് സോങ്സ് ഉണ്ടാക്കുക കൂടുതലായിട്ട്. യൂസ് ഓഫ് ലൗഡ് സ്പീക്കർ ഇസ് എ കോമൺ നോയിസ് മെഷർ ദാറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ്. നമുക്ക് എപ്പോഴും കാണുന്ന ഒരു മേജറായിട്ടുള്ളൊരു പ്രശ്നമാണ് ലൗഡ് സ്പീക്കേഴ്സിൻ്റെ യൂസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ഫെസ്റ്റിവൽ സീസൺ ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ലൗഡ് സ്പീക്കേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം റെസ്ട്രിക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റോഡ് സൈഡ് ഹൗസസ് ആണെങ്കിൽ അതിന് സൗണ്ട് പ്രൂഫ് വാൾസ് കൊടുക്കുക. ഹെവി വെഹിക്കുലർ ട്രാഫിക് ഇൻ റെസിഡൻസ് ഏരിയ ഷുഡ് നോട്ട് ബി പെർമിറ്റഡ്. റെസിഡൻഷ്യൽ ഏരിയാസിൽ ഹെവി ട്രാഫിക് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഡെവലപ്മെൻറ്റ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയാസ് അറൗണ്ട് ലൗഡ് നോയിസ് ഫാക്ടറീസ് ഷുഡ് ബി ഡിസ്കറേജഡ്. അപ്പോൾ ലൗഡ് നോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ അതങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കരുത്. ഡെവലപ്മെൻറ്റ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയാസ് നിയർ ദ ഫാക്ടറീസ് കാൻ നോട്ട് ബി എൻകറേജ്ഡ്. അടുത്തത് പ്ലാന്റേഷൻ ഓഫ് ട്രീസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് നോയിസ് ബൈ 8 to 10 decibel. അതുപോലെ എഡ്യൂക്കേഷൻ ഓഫ് ജനറൽ പബ്ലിക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിസ് ആസ് എ കമ്മ്യൂണിറ്റി ഹാസ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേറ്റ് ചെയ്യുക പബ്ലിക്കിനെ. ഇങ്ങനെയൊക്കെ വെച്ചാൽ നമ്മളത് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇത്രയും സൗണ്ട് വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകണം. അപ്പം അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൺട്രോൾ. ഗവൺമെൻറ്റായിട്ട് തന്നെ എടുക്കുന്ന ലെജിസ്ലേറ്റീവ് കൺട്രോൾസ് വഴിയും നമുക്ക് നോയിസ് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാം. Next topic is light. Light is essential for vision and good lighting is essential for efficient vision. നമുക്ക് നന്നായിട്ട് കാണാൻ എന്ത് വേണം? ലൈറ്റ് വേണം അല്ലേ. സോ റിക്വയർമെൻറ്റ് ഫോർ ഗുഡ് ലൈറ്റിംഗ്. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്? നല്ല ലൈറ്റിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ ഇലുമിനേഷൻ ഷുഡ് ബി ഗുഡ്, അഡിക്വേറ്റ്, കോൺസ്റ്റൻറ്റ് ആൻഡ് യൂണിഫോം. അപ്പം ആ ഇലുമിനേഷൻ, അതിൻ്റെ റേസ് ഇലുമിനേഷൻ എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കണം, അഡിക്വേറ്റ് ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം, യൂണിഫോമും ആയിരിക്കണം അല്ലേ. മങ്ങി വരരുത്, ഇങ്ങനെ വിട്ട് വരരുത് അല്ലേ. ട്യൂബൊക്കെ ഒന്ന് ഇങ്ങനെ മിന്നി വരുവാണെങ്കിൽ തന്നെ നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻ വരും. സോ അങ്ങനെയൊന്നും ആയിരിക്കരുത്, നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് വേണം വരാനായിട്ട്. Glare should be avoided, bright light shadows eliminated and there should be no flicker or variation. അപ്പോൾ ഗ്ലെയർ ഒക്കെ അവോയ്ഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതും വൺ ഓഫ് ദ റിക്വയർമെൻ്റ് ആണ് ഗുഡ് ലൈറ്റിങ്ങിൻ്റെ. നോ ഫ്ലിക്കർ ഓർ വേരിയേഷൻ ഷുഡ് നോട്ട് ബി ദെയർ. അടുത്തെന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലൈറ്റിനിങ് ഷുഡ് ബി പ്രിഫേർഡ്. അത് നമുക്ക് കൂടുതലും യൂസ് ചെയ്യേണ്ടത് കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലൈറ്റിനിങ് ആണ്. ബിക്കോസ് ഇറ്റ് is economical, consumes less electricity and also it avoids shadows and contrast and increases the efficiency of workers. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്തതെന്ന് വെച്ചാൽ ബയോളജിക്കൽ എഫക്റ്റ് ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് എന്തൊക്കെ എഫക്റ്റ് കിട്ടും ലൈറ്റിൽ നിന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഡ് ആസ് എ തെറാപ്യൂട്ടിക് മെഷർ ഇൻ ദ പ്രീമച്വർ ഇൻഫൻസ് വിത്ത് ഹൈപ്പർ ബിലിറൂബിനീമിയ. ചില ഈ ഡിഗ്രഡേഷൻ ഓഫ് ബിലിറൂബിൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ മഞ്ഞിച്ചിരിക്കില്ലേ കുഞ്ഞുങ്ങൾ, അപ്പോൾ ആ കുട്ടികളെ നമ്മൾ വെയിലത്ത് കാണിക്കാൻ പറയും അല്ലേ. അപ്പോൾ ആ ഒരു കേസിലൊക്കെ പ്രീമച്വറായിട്ട് കുട്ടി ജനിക്കുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവുക. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ സൺലൈറ്റിൽ കാണിക്കാറുണ്ട്. അതൊരു എഫക്റ്റ്, ഒരു തെറാപ്യൂട്ടിക് യൂസ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓൺ ബയോളജിക്കൽ റിതംസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ. നമ്മളുടെ ബയോളജിക്കൽ റിതംസിനെ എല്ലാം, അതായത് സിർക്കാർഡിയൻ റിതം പോലുള്ള റിതംസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഈ ലൈറ്റാണ്. കാരണം നമ്മളുടെ കണ്ണിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ ഇപ്പോൾ രാത്രിയായി അല്ലെങ്കിൽ ഇപ്പം പകലായി എന്നൊക്കെ നമ്മളുടെ ശരീരം അറിയുന്നതും
അപ്പോൾ നമുക്ക് ഉറക്കം വരുന്നതും അങ്ങനെ ആ ഒരു സിർക്കാഡിയം റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മളുടെ ബയോളജിക്കൽ റിതംസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ലൈറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അടുത്ത സ്റ്റിമുലേഷൻ ഓഫ് മെലാനിൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് ലൈറ്റാണ്. ദ ആക്ടിവേഷൻ ഓഫ് പ്രീകഴ്സേഴ്സ് ഓഫ് വിറ്റാമിൻ ഡി, നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ അഡ്രിനോകോർട്ടിക്കോൾ സെക്രീഷൻ ആൻഡ് ഫുഡ് കൺസപ്ഷൻ, ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ലൈറ്റാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ലൈറ്റ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാണ്. ഇപ്പം ലൈറ്റ് ആണെങ്കിൽ ബ്ലൂ ലൈറ്റ് മൊബൈലിൽ നിന്നും ഒക്കെയുള്ള ഇപ്പം സ്ട്രീറ്റിൽ നിന്നൊക്കെയുള്ള ബ്ലൂ ലൈറ്റ്സ് കാരണം ഒട്ടേറെ പ്രശ്നമുണ്ടായി. എസ്പെഷ്യലി ഐസിലാണെങ്കിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഇറ്റ് അഫക്ട്സ് അവർ ബ്രെയിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് സിർക്കാഡിയം റിതം പോലുള്ള വേരിയസ് ആയിട്ടുള്ള നമ്മളുടെ ഹോർമോണിൻ്റെ സെക്രീഷൻസിനെ എല്ലാം അത് അഫക്റ്റ് ചെയ്യും, നമ്മളുടെ സിർക്കാഡിയം റിതം തെറ്റിയാൽ തന്നെ. അതുപോലെ തന്നെ വേരിയസ് ഇമ്പാക്ട്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി, അതായത് ചില സ്പീഷീസ് ഓഫ് ബേർഡ്സ് അല്ലെങ്കിൽ ആനിമൽസ്, ടോർട്ടോയിസ് പോലത്തെ അതിനെയൊക്കെ സാൽമൺ, ചില സ്പീഷീസുള്ള ഫിഷസിനെ എല്ലാം അഫക്റ്റ് ചെയ്യാറുണ്ട് നമ്മളുടെ ലൈറ്റ് പൊല്യൂഷൻ. ഓക്കെ, സോ ലൈറ്റ് പൊല്യൂഷൻ സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ് ഉണ്ട്. ഇമ്പാക്ട് interference with sleep, increased stress response, health hazards, increased health costs, reduced job performance, അല്ലേ? ഇതെല്ലാം ലൈറ്റ് പൊല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സിനകത്ത് ക്രോണോബയോളജി, എനർജി മെറ്റബോളിസം, ഹോർമോണൽ ബാലൻസ്, സൈക്കോ ഫിസിയോളജിക് ബിഹേവിയർ. ഓക്കെ, ഇതെല്ലാം ഈ ഇമ്പാക്ട്സും എക്കണോമിക്കൽ ആസ്പെക്ട്സും എല്ലാം ഈ ലൈറ്റ് പൊല്യൂഷൻ്റെ ഭാഗം തന്നെയാണ്.